രാജ്യസഭാ സീറ്റ് സിപിഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ് സിപിഎം നൽകിയത്. രാജ്യസഭാ സീറ്റിന് വേണ്ടി സിപിഐയും കേരള കോൺഗ്രസ് എമ്മും കടുംപിടുത്തം പിടിച്ചതോടെ സിപിഎം വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്ന രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയാണ് സിപിഎം ഇരു പാർട്ടികളെയും തൃപ്തിപ്പെടുത്തിയത്. സിപിഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പല പേരുകളും സിപിഐയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നെങ്കിലും അവസാനം മലപ്പുറം പൊന്നാനി സ്വദേശി പി സുനീറിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. LDFിലെ ഒരു ഘടകകക്ഷിക്ക് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് സിപിഐയും കേരള കോൺഗ്രസ് എമ്മും പരസ്യമായി അവകാശവാദം ഉന്നയിച്ചതോടെ തർക്കം മുന്നണിക്ക് വലിയ രീതിയിലൊരു തലവേദന സൃഷ്ടിച്ചിരുന്നു. UDFിലായിരിക്കെ ജോസ് കെ മാണിക്ക് കിട്ടിയ രാജ്യസഭാ സീറ്റ് അദ്ദേഹം മുന്നണി മാറിയപ്പോൾ രാജിവെച്ചു. അങ്ങനെ ലഭിച്ച സീറ്റ് ആയതിനാൽ ജോസിന് തന്നെ LDF അത് നൽകുകയായിരുന്നു. എന്നാൽ രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകുമെന്നുള്ള തർക്കങ്ങളൊക്കെ അവസാനിച്ച് പി സുനീറിന് രാജ്യസഭാ സീറ്റും നൽകിയതിന് പിന്നാലെ സിപിഐയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വഷളാവുകയാണ്. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സിപിഐയുടെ കൗൺസിലിൽ മുറുമുറുപ്പ് ഉടലെടുത്തിരിക്കുകയാണ്. അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയത് മറ്റാരുമല്ല VS സുനിൽകുമാറാണ്. സുനീർ ചെറുപ്പമാണ്, ഇനിയും സമയമുണ്ടായിരുന്നു. സുനീറിന് പകരം മുതിർന്ന നേതാവിനെ അയക്കണമെന്നായിരുന്നു സുനിൽകുമാർ പറഞ്ഞത്. സിപിഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ അവസാന ദിവസമായ ഇന്ന് തന്നെ VS സുനിൽകുമാർ ഇത്തരത്തിലൊരു ഭിന്നാഭിപ്രായത്തിന്റെ സ്വരം ഉന്നയിച്ചത് സിപിഐയിൽ വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുപ്പ് അവലോകന യോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഇതിൽ പരാമർശ വിധേയമായ ഒരു വിഷയമാണ് പി സുനീറിന്റെ രാജ്യസഭാ അംഗത്വം സംബന്ധിച്ചുള്ളത്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കേണ്ടിയിരുന്നില്ല എന്ന് ഉന്നയിച്ചതിന് പിന്നാലെ കാരണമായി പറയുന്നതിൽ ഒന്ന് ന്യൂനപക്ഷ പ്രീണനം എന്ന തലത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു എന്നതാണ്. മാത്രമല്ല സുനീറിനെ പോലെ ചെറുപ്പക്കാരനല്ലാതെ മുതിർന്ന നേതാക്കൾ നിരവധിയുള്ള സാഹചര്യത്തിൽ അവരെ പരിഗണിക്കാമായിരുന്നു എന്നും അഭിപ്രായം ഉയർന്നു. എന്നാൽ ഇതുപോലെ പല പദവികളിലും ചെറുപ്പക്കാർ ഇരുന്നിട്ടില്ല എന്നുള്ള മറുചോദ്യവും അഭിപ്രായവും ഈ കാര്യത്തിൽ ഉയർന്നു. പിന്നാലെ സുനിൽകുമാറിനെ പരിഹസിച്ച് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണും രംഗത്തെത്തി. 40 വയസ്സിന് മുൻപ് MLAയും 50 വയസ്സിന് മുൻപ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണമെന്ന് അരുൺ പരിഹസിച്ചു. മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിന് രാജ്യസഭാ സീറ്റ് നൽകാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും എതിർപ്പ് മറികടന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകുകയായിരുന്നു. അതേസമയം സർക്കാരും മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും വിമർശനമുയർന്നു. പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തിരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായെന്നും വിമർശനമുയർന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്ത EP ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ല എന്നും അംഗങ്ങൾ തുറന്നടിച്ചു. EPയുടെ അപക്വമായ നിലപാട് മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു. R ലതാദേവി, മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് EPക്കെതിരെ കടുത്ത നിലപാടെടുത്തത്. BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തൃശൂർ മേയറെ മാറ്റാൻ മുന്നണിക്ക് കത്ത് നൽകണമെന്നും ആവശ്യമുയർന്നു. സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചതും അതുമൂലം ക്ഷേമ പദ്ധതികൾ മുടങ്ങിയതുമാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചതെന്ന് നിർവാഹക സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ മുൻഗണനകളിൽ അടിയന്തരമായ തിരുത്തൽ വേണം. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നെങ്കിലും റിപ്പോർട്ടിൽ വ്യക്തിപരമായ വിമർശനമില്ല. കഴിഞ്ഞ LDF സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ക്ഷേമ പെൻഷനും സപ്ലൈകോ വഴിയുള്ള അവശ്യ സാധനത്തിന്റെ ലഭ്യതയും മുടങ്ങിയതാണെന്നും അന്നും പിണറായി വിജയന്റെ ശൈലി ഇത് തന്നെ ആയിരുന്നുവെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സ് മൂലം ദോഷമാണ് ഉണ്ടായത്. അതിനു പകരം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ LDFന്റെ രാഷ്ട്രീയ ജാഥയാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നെന്നും അഭിപ്രായമുയർന്നു. BJPയുടെ വളർച്ച അതേസമയം അപകടകരമാണെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ തൃശൂരിലെ വിജയം സുരേഷ് ഗോപി 5 വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ പ്രവർത്തന പ്രചരണങ്ങളുടെയും പണമൊഴുക്കിന്റെയും ജയമാണെന്ന് പാർട്ടി വിലയിരുത്തുകയുണ്ടായി. CPIയുടെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും CPMലെ ശൈലികൾക്കെതിരെയും വിമർശനം ശക്തമാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. മാധ്യമങ്ങളുടെ പ്രചാരണത്തിന് പിന്നാലെ പോയാണ് മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. പാർട്ടിയുടെ
സംഘടനാ രീതിക്ക് ചേരാത്ത രീതിയാണ് അവിടെ അവലംബിച്ചതെന്ന ആക്ഷേപവും ഉന്നയിക്കപ്പെട്ടു. തൃശൂരിൽ LDFന് അനുകൂലമായ സാഹചര്യം മാറി മറിഞ്ഞത് കൃത്യമായി വിലയിരുത്തുന്നതിലും പാർട്ടിക്ക് വീഴ്ച ഉണ്ടായോ എന്നുള്ള ചോദ്യവും ഉയർന്നു. സാമുദായിക ചേരിതിരിവും പ്രതിഫലിച്ചെന്ന് യോഗം വിലയിരുത്തി. LDFന്റെ വോട്ടുകൾ വൻതോതിൽ BJPക്ക് പോയെന്നും യോഗം വിലയിരുത്തി. CPM CPI നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്നും അകന്നു. CPM CPI പാർട്ടികളുടെ അടിത്തറ തകർന്നു. ബൂത്തിലിരിക്കാൻ ആളില്ലാത്തയിടത്ത് പോലും BJP വോട്ട് പിടിച്ചു. ഇടതുപക്ഷം കേരളത്തിൽ ഇങ്ങനെ പോയാൽ ബംഗാളിന്റെ പാതയിലെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു. ധനവകുപ്പിനെതിരെയും കടുത്ത വിമർശനമാണ് ഉണ്ടായത്. തോൽവി വിലയിരുത്തുന്നവർ മാടമ്പള്ളിയിലെ രോഗി ധനവകുപ്പെന്ന് തിരിച്ചറിയണമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ധനവകുപ്പിന്റെ കെടുകാര്യസ്ഥത തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്നും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഉയർന്നിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തെ യോഗങ്ങളിൽ വരെ മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ കഠിനമായ വിമർശനങ്ങൾ ഉന്നയിച്ച ബിനോയ് വിശ്വമാണ് കൗൺസിൽ യോഗത്തിൽ പിണറായിയെ പിന്താങ്ങിയത്. 2019 പരാജയത്തിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചവർ ഉദ്ഘാടനത്തിന് പിണറായിയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. തോൽവി സംഭവിച്ചുവെന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന് SFIയും AISFും തെരുവിൽ പോരടിക്കേണ്ട, എന്നാൽ തെറ്റുകൾ കണ്ടാൽ ഇനിയും പറയണമെന്നും യോഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല എന്നും തിരുത്താൻ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ CPMന്റെ ഭാഗത്തു നിന്നും ബിനോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. CPI സംസ്ഥാന കൗൺസിലെ ചർച്ചയിൽ ബിനോയ് വിശ്വം പിണറായിക്കെതിരെയും SFIക്കെതിരെയും മൃദു സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ ശ്രദ്ധേയമാണ്.